ദിയ കൃഷ്ണ, എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. ദിയ കൃഷ്ണ ഒരു മകന്റെ ഒരു മോന്റെ അമ്മയായിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. അതൊക്കെ അറിയിക്കട്ടെ. പ്രസവം ലൈവായി ഷൂട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ആര്? ദിയ കൃഷ്ണ. ദിയ കൃഷ്ണ മാത്രമല്ല, ദിയ അച്ഛനുണ്ട്, എല്ലാവരും നമ്മുടെ ഫാമിലി മൊത്തം ഉണ്ട്. അവരൊക്കെ കരയുന്നതിനോടൊപ്പം ഷൂട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബ് ചാനലുകളിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ പിന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കാശ് വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ തന്ത്രമായി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വീഡിയോക്കകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹസ്ബൻഡ്, ആ വ്യക്തിയുടെ ഹസ്ബൻഡ്, അച്ഛൻ, അമ്മ, സഹോദരിമാരെല്ലാവരുമാണ്. ഓക്കെ, അവരുടെ ഒരു ആഗ്രഹമാണ് ഈ ഒരു പീരീഡ് അല്ലെങ്കിൽ ഈ ഒരു സമയം ഇത് പബ്ലിഷ് ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കുക, ഒരു ലൈവ് സ്ട്രീം ആയിട്ട് ചെയ്യുക. അത് അവരുടെ ഹാപ്പിനെസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യക്തി പറയുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. ഈ ഒരു വ്യക്തി ഈ വീഡിയോയ്ക്ക് വേണ്ടി റിയാക്ട് ചെയ്യുമ്പോൾ പുള്ളി എന്താണ് ആഗ്രഹിക്കുന്നത്? ഇനി പൈസയ്ക്ക് വേണ്ടിയെന്ന് അത് എങ്ങനെ ഇയാൾക്ക് പറയാൻ തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ ചാനൽ ഇത് ആദ്യമായിട്ട് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലല്ല. അവർ ഇതിനു മുന്നേ പല വീഡിയോസുകളും, പല ചെറിയ മൊമെന്റ്സ് ആവട്ടെ വലിയ മൊമെന്റ്സ് ആവട്ടെ, അവരെല്ലാം വീഡിയോ ചെയ്തിരുന്ന ആൾക്കാരാണ്. വീട്ടിലെ പച്ചക്കറി തോട്ടം പോലും അച്ഛനായ വ്യക്തി അത് ചെയ്യുന്ന ഒരു കൃഷ്ണകുമാർ എന്നുള്ള വ്യക്തി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അതാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സമയവും അവരെന്ത് ചെയ്യുന്നു, അത് ലൈവിലായിട്ട് കാണിച്ചു. അപ്പം അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. ഈ വീഡിയോ കണ്ടത് ഏകദേശം 4 മണിക്കൂറിന് മേളിലായിപ്പം അത് ഏകദേശം 10-17 ലക്ഷം ആൾക്കാരിന് മേലെ ആൾക്കാർ കണ്ടു കഴിഞ്ഞു. അതിൽ 8400 മേലെ ആൾക്കാർ കമൻറ്റും ചെയ്തിട്ടുണ്ട്. അതിൽ വന്നിരിക്കുന്ന ഭൂരിഭാഗം കമൻറ്റും പോസിറ്റീവാണ്. കാരണം അത്ര പ്രയോറിറ്റി ഉള്ള ഒരു വീഡിയോ ആണിത്. കാരണം ഒരു സ്ത്രീ എന്തുമാത്രം അനുഭവിക്കുന്നു ഈ ഒരു സിറ്റുവേഷന്, ആ സമയത്ത് ഉണ്ടാകുന്ന അവരുടെ മാനസികാവസ്ഥ